minors and cofactors. First, minor of an element aij of a determinant is the determinant obtained by its ith row and jth column in which the element aij lies. അതായത് ഒരു ഡിറ്റർമിനന്റിലെ ഒരു എലമെന്റ് ആണ് aij. aij എന്ന് പറഞ്ഞാൽ ith റോ jth കോളം എലമെന്റ് ആണ് aij. ആ aij എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ aij വരുന്ന റോയും aij വരുന്ന റോ എന്ന് പറയുമ്പോൾ ith റോ, aij വരുന്ന കോളം jth കോളം, അത് രണ്ടും ഡിലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് aijയുടെ മൈനർ. അതായത് aijയുടെ മൈനർ എന്ന് പറഞ്ഞാൽ aij വരുന്ന റോയും aij വരുന്ന കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. ആ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നത് mij എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ mij. ഈ ij എന്ന് പറയുന്നത് aij വരുന്ന റോനെയും കോളത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന്റെ ഒപ്പം തന്നെ കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് aij, അതായത് ഒരു എലമെന്റ് aijയുടെ മൈനർ നമ്മൾ പഠിച്ചു. അതേപോലെ കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് aij ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ aij, ഈസ് ഡിഫൈൻഡ് ബൈ aij ഈക്വൽ ടു -1 raised to I plus j. ഈ നമ്പർ ആഡ് ചെയ്യുന്നു. -1 raised to I plus j into mij. mij എന്ന് പറഞ്ഞാൽ മൈനർ ആണ്. വേർ mij is the minor of aij. അപ്പോൾ മൈനർ കണ്ടതിന് ശേഷം കോഫാക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി? കോഫാക്ടർ aij ഈക്വൽ ടു -1 raised to I plus j into mij. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് minors and cofactors of all the elements of the determinant 1, -2, 4, 3. അത് നമ്മൾ ആദ്യത്തെ എലമെന്റിന്റെ മൈനർ കാണുന്നു. 1 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ ആണ് കാണുന്നത്. അപ്പൊ മൈനർ ഓഫ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ആണ്. അപ്പൊ മൈനർ എന്നുള്ളതിനെ m എടുക്കുന്നു. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ളത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതാണ് 1 1 എന്ന് പറയുന്നത്. m11 ഈക്വൽ ടു എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഒഴിവാക്കുക, ഫസ്റ്റ് കോളം ഒഴിവാക്കുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 3 മാത്രമാണ്. അപ്പൊ 3യുടെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 3 itself. ഇനി അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് 1 ഈസ് a11 ഈക്വൽ ടു എന്ത് ചെയ്യണം? -1 raised to 1 plus 1. ഈ നമ്പർ ആഡ് ചെയ്യുന്നതാണ്. -1 raised to 1 plus 1 into m11 അതിന്റെ മൈനർ ഈക്വൽ ടു -1 raised to 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഇൻറ്റു m11 3 ആണ്. അപ്പോൾ ഈക്വൽ ടു 3 എന്ന് വരും. കോഫാക്ടർ a11 ഈക്വൽ ടു 3. അടുത്ത നമ്പർ -2. മൈനർ ഓഫ് -2 എന്ന് പറയുമ്പോൾ -2 വരുന്ന റോ നോക്കുക, ഫസ്റ്റ് റോ, -2 വരുന്ന കോളം സെക്കൻഡ് കോളം. അപ്പൊ അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാം? m ഫസ്റ്റ് റോ എന്നുള്ളത് 1, സെക്കൻഡ് കോളം എന്നുള്ളത് 2, m12 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഏതൊക്കെ ഒഴിവാക്കണം? -2 വരുന്ന റോയും കോളവും, അതായത് ഫസ്റ്റ് റോ -2 വരുന്ന റോ ഫസ്റ്റ് റോ ആണ്, -2 വരുന്ന കോളം സെക്കൻഡ് കോളം, അത് രണ്ടും ഒഴിവാക്കിയാൽ ബാക്കി വരുന്നത് 4 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് 4 ഈക്വൽ ടു 4. ഇനി അതിന്റെ കോഫാക്ടർ a12 ഈക്വൽ ടു -1 raised to 1 plus 2 into m12 -1 raised to 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇത് മൈനസ് വരും. m12 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ -4. അടുത്തത് മൈനർ ഓഫ് 4. ഈ 4 വരുന്നത് രണ്ടാമത്തെ റോ ഫസ്റ്റ് കോളം, അതാണ് m21. മൈനർ എന്നുള്ളതിന്റെ m രണ്ടാമത്തെ റോയിലാണ് 4 വരുന്നത്. അപ്പോൾ m2 ഫസ്റ്റ് കോളത്തിലാണ് 4 വരുന്നത്. അപ്പോൾ 1 m21 ഈക്വൽ ടു 4 വരുന്ന റോയും 4 വരുന്ന കോളം ഒഴിവാക്കി ബാക്കി -2ന്റെ ഡിറ്റർമിനന്റ് ഓഫ് -2 എന്നാണിത്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് -2 എന്ന് കാണുമ്പോൾ 2 എന്ന് എഴുതാൻ പാടില്ല, അത് മോഡുലസ് ആണ്. -2ന്റെ മോഡുലസ് ആണ് 2. ഡിറ്റർമിനന്റ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 തന്നെയാണ്. ഏത് നമ്പർ തന്നാലും അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതേ നമ്പറാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് -2 ഈക്വൽ ടു -2. ഇനി അതിന്റെ കോഫാക്ടർ a21 ഈക്വൽ ടു -1 raised to 2 plus 1 into m21 ഈക്വൽ ടു -1 raised to 2 plus 1 എന്ന് പറഞ്ഞാൽ -1 raised to 3 ആണ്. അപ്പോൾ അതിന്റെ ഒരു മൈനസ്
പിന്നെ m21 എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ -2 ഈക്വൽ ടു 2. അടുത്ത എലമെന്റ് 3 ആണ്. മൈനർ ഓഫ് 3 എന്ന് പറയുന്ന എലമെന്റ് മൈനർ എന്ന് പറയുന്നത് 3 വരുന്ന റോ 3 വരുന്ന കോളം അത് രണ്ടും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. ഇനി 3 വരുന്ന റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ്. 3 വരുന്ന കോളം എന്ന് പറയുന്നത് സെക്കൻഡ് കോളാണ്. അപ്പൊ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? m22. ഇതിൽ ആദ്യത്തെ നമ്പർ റോ, രണ്ടാമത്തെ നമ്പർ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. m22 ഈക്വൽ ടു 3 വരുന്ന റോയും കോളം ഒഴിവാക്കിയ ബാക്കി 1. ഡിറ്റർമിനന്റ് ഓഫ് 1 ഈക്വൽ ടു 1. ഇനി അതിന്റെ കോഫാക്ടർ ഓഫ് 3 ഈസ് a22 ഈക്വൽ ടു -1 raised to 2 plus 2 into m22 ഈക്വൽ ടു ഇത് പോസിറ്റീവ് നമ്പർ ആയി പോസിറ്റീവ് ഇൻറ്റു m22 എന്ന് പറഞ്ഞ 1 ആണ് ഈക്വൽ ടു 1 കിട്ടും. ഇങ്ങനെയാണ് മൈനറും കോഫാക്ടറും കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് 2 -3 5 6 0 4 1 5 -7. ഇത് ഓർഡർ 3 ഉള്ള ഒരു ഡിറ്റർമിനന്റ് ആണ്. ക്വസ്റ്റ്യൻ, and verify that a11 into a31 plus a12 into a32 plus a13 into a33 equal to 0. ഇതില് സ്മോൾ ലെറ്റേഴ്സ് a11 a12 a13 എന്ന് പറഞ്ഞാൽ എന്താണ്? a11 a12 a13 എന്ന് പറഞ്ഞാൽ ആ ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണ് a11. ആദ്യത്തെ നമ്പർ ആണ് റോയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ a11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇത് a12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇത് a13 ഫസ്റ്റ് റോ തേർഡ് കോളം. ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പം ഈ റോ ആണ് ഇത് a11 a12 a13 എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ലെറ്റർ a എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ a31 എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ്, അതായത് 1ന്റെ കോഫാക്ടർ ആണ് ഇത് a31. 5ന്റെ കോഫാക്ടർ ആണ് a32. -7ന്റെ കോഫാക്ടർ ആണ് a33. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ഇൻറ്റു തേർഡ് റോയിലെ കോഫാക്ടർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്ത് ആൻസർ വരുന്നു എന്ന് പ്രൂവ് ചെയ്യണം. 0 ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഫസ്റ്റ് റോയിലെ എലമെന്റ്സും തേർഡ് റോയിലെ കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അതിനാദ്യം നമുക്ക് ഓരോന്നിന്റെയും മൈനേഴ്സും കോഫാക്ടേഴ്സും കാണാം. ഫസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്ന എലമെന്റ് മൈനർ എന്ന് പറയുമ്പോൾ 2 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ m11 ഈക്വൽ ടു 2 വരുന്ന റോയും 2 വരുന്ന കോളം ഒഴിവാക്കി ബാക്കി ഡിറ്റർമിനന്റ് 0 4 5 -7 ഈക്വൽ ടു 0 -20 ഈക്വൽ ടു -20. ഇനി അതിന്റെ കോഫാക്ടർ ഒന്നിച്ച് തന്നെ കാണാം. a11 m11 കോഫാക്ടർ a11 ആണ്. അപ്പൊ a11 ചെയ്യുമ്പോൾ നമ്മൾ നേരത്തേതിൽ -1 raised to i plus j എല്ലാം എഴുതി. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നേരത്തെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അത് തന്നെ ഈ കോഫാക്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. m11 എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്പറാണ്, ആദ്യത്തെ നമ്പറിന്റെ മൈനറാണ്. അപ്പോൾ അതിന്റെ കോഫാക്ടർ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിന്റെ ഒന്നിച്ച് പ്ലസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തേതിന്റെ ആണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൂന്നാമത്തതാണെങ്കിൽ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെന്റിന്റെ കോഫാക്ടർ ആണ് കാണുന്നതെങ്കിൽ മൈനറിന്റെ ഒന്നിച്ച് ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ രീതിയിൽ. അപ്പൊ ഇതില് -20 ആണ് വരുന്നത് മൈനർ. അപ്പൊ അതിന്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് ഇൻറ്റു -20 എന്ന് പറഞ്ഞാൽ -20 ആണ്. അടുത്തത് m12, അതായത് -3യുടെ മൈനർ. അപ്പൊ -3 വരുന്ന റോ -3 വരുന്ന കോളം ഒഴിവാക്കി ബാക്കി ഡിറ്റർമിനന്റ് 6 4 1 -7 6 4 1 -7 മൾട്ടിപ്ലൈ ചെയ്താൽ -42 -4 ഈക്വൽ ടു -46. ഈ രണ്ടാമത്തെ എലമെന്റ് ഒന്ന് ചെന്ത് ചേർക്കണം, ഒരു മൈനസും കൂടി ചേർക്കണം, എന്നാൽ മാത്രമേ അതിന്റെ കോഫാക്ടർ കിട്ടൂ. അപ്പോൾ a12 കോഫാക്ടർ ഈക്വൽ ടു -46 ദാറ്റ് ഈസ് 46. m13 ഇതിന്റെ മൈനർ കാണുന്നത് m13 എന്ന് പറയുന്നതിന്റെ മൈനർ
അപ്പോൾ ഫസ്റ്റ് റോ തേർഡ് കോളം ഒഴിവാക്കുക, ബാക്കി 6015 ഈക്വൽ ടു 30 മൈനസ് 0 ഈക്വൽ ടു 30. ഇനി A13 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ്, ഇത് പോസിറ്റീവാണ്, പ്ലസ് ഇൻറ്റു 30 ദാറ്റ് ഈസ് 30. നെക്സ്റ്റ് റോയുടെ മൈനസ് ഫസ്റ്റ് എലമെൻറ്റ് 6 ആണ്, 6 വരുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ M21. 6 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ഡിറ്റർമിനൻറ്റ് -3 5 5 - 7 ഈക്വൽ ടു 21 മൈനസ് 25 ഈക്വൽ ടു -4. ഇനി അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് കൂടി വേണം, അപ്പോൾ -4 എന്നുള്ളത് 490. അടുത്തത് M22, അതായത് ഈ 0യുടെ മൈനറാണ് കാണുന്നത്, അപ്പോൾ 0 വരുന്ന റോയും 0 വരുന്ന കോളം ഒഴിവാക്കി ബാക്കി 2 5 1 - 7 മൾട്ടിപ്ലൈ ചെയ്താൽ 2 × -7 എന്നുള്ളത് -14 മൈനസ് 1 × 5 എന്നുള്ളത് -5 ദാറ്റ് ഈസ് ഈക്വൽ ടു -19. അപ്പോൾ 0 വരുന്നതിൻ്റെ പൊസിഷനിൽ നമ്പർ നോക്കുക, പ്ലസ് ആണ്, അപ്പോൾ -19 ഇൻറ്റു +1 എന്ന് വിചാരിച്ചാൽ മതി, അപ്പോൾ -19 തന്നെയാണ് അതിൻ്റെ കോഫാക്ടർ. അടുത്തത് M23 4ൻ്റെ ആണ് കാണുന്നത്, അപ്പോൾ 4 വരുന്ന റോ സെക്കൻഡ് റോ, 4 വരുന്ന കോളം തേർഡ് കോളം ഒഴിവാക്കിയാൽ ബാക്കി ഡിറ്റർമിനൻറ്റ് 2 - 3 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 - -3 ദാറ്റ് ഈസ് 10 + 3 ഈക്വൽ ടു 13. ഇനി അതിൻ്റെ കോഫാക്ടർ 4ൻ്റെ കോഫാക്ടർ ആണ് കാണുന്നത്, അതേ പൊസിഷനിൽ മൈനസ്, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ മൈനർ 13 ആണ്, അപ്പോൾ എന്ത് എഴുതുക -13. അപ്പോൾ സെക്കൻഡ് റോ എലമെൻസിൻ്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടു. ഇനി തേർഡ് റോ എലമെൻറ്റ്സ് 1ൻ്റെ മൈനർ, 1 വരുന്ന റോ തേർഡ് റോ, 1 വരുന്ന കോളം ഫസ്റ്റ് കോളം, അപ്പോൾ M31 ഈക്വൽ ടു 1 വരുന്ന റോയും 1 വരുന്ന കോളം ഒഴിവാക്കുക ബാക്കി -3 5 0 4 ഈക്വൽ ടു -3 × 4 -12 -0 ദാറ്റ് ഈസ് -12. ഇനി അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ -12 ഇൻറ്റു +1 ആണ്, അപ്പോൾ -12 തന്നെ. അടുത്ത സെക്കൻഡ് എലമെൻറ്റ് 5 ആണ് അടുത്ത എലമെൻറ്റ്, അത് വരുന്ന റോ തേർഡ് റോ, അത് വരുന്ന കോളം സെക്കൻഡ് കോളം, അതുകൊണ്ട് M32 തേർഡ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ് ഈക്വൽ ടു തേർഡ് റോ ഒഴിവാക്കുക സെക്കൻഡ് കോളം ഒഴിവാക്കുക ബാക്കി 2 5 6 4. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ 2 × 4 8 -6 × 5 30 8 - 30 എന്നുള്ളത് -22 എന്ന് കിട്ടും. 5ൻ്റെ ആണ് കാണുന്നത്, അത് മൈനസ് ആണ്, അപ്പം -22 എന്നുള്ളത് 22. അടുത്ത M33 തേർഡ് റോ ഒഴിവാക്കുക തേർഡ് കോളം ഒഴിവാക്കുക ബാക്കി ഡിറ്റർമിനൻറ്റ് 2 - 3 6 0 ദാറ്റ് ഈസ് 0 -18 ഈക്വൽ ടു 18. ഇനി അതിൻ്റെ കോഫാക്ടർ പ്ലസ് ആണ്, അപ്പോൾ +18. ഇനി നമുക്ക് കാണേണ്ടത് മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെരിഫൈ ചെയ്യണം, അതായത് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് കറസ്പോണ്ടിങ് തേർഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 ആണെന്ന് തെളിയിക്കണം. അതിന് A11 എന്താണ് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് 2 -3 5, അതായത് A11 2 ആണ്, A12 -3 ആണ്, A13 5 ആണ്. ഇനി തേർഡ് റോയിലെ കോഫാക്ടേഴ്സ് ആണിത് A31 A32 A33, അതായത് -12 22 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -12 പ്ലസ് -3 × 22 പ്ലസ് 5 × 18 നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോയിനെ തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയത് 0 ആണ്. നമുക്ക് ഫസ്റ്റ് റോയിലെ എലമെൻസിനെ ഫസ്റ്റ് റോയിലെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോയിലെ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് -20 46 30. ഫസ്റ്റ് റോയിലെ എലമെന്റ് എന്ന് പറയുന്നത് 2 -3 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -20 പ്ലസ് -3 × 46 പ്ലസ് 5 × 30. നമുക്ക് ആൻസർ കിട്ടിയത് -28 എന്നാണ്. നമുക്ക് ഈ ഡിറ്റർമിനൻറ്റും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
ഡിറ്റർമിനന്റ് 2 minus 3 5 6 0 4 1 5 minus 7 ഈക്വൽ ടു സെക്കൻഡ് റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ -6 ഇൻറ്റു സെക്കൻഡ് റോയിൽ ആദ്യത്തെ നമ്പർ മൈനസ് ആയിട്ട് എടുക്കണം. -6 ഇൻറ്റു 6 വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി -3 5 5 minus 7ന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 21 minus 25 -6 ഇൻറ്റു 21 minus 25. അടുത്തത് 0 ആണ്. തേർഡ് ടേം -4 ഇൻറ്റു -4 വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 10 minus -3 ഇസ് ഈക്വൽ ടു -28 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ -28 ആണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -28 ആണ് കിട്ടുന്നത്. അതായത് ഈ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദി മാട്രിക്സ് 2 minus 3 5 6 0 4 1 5 minus 7 ആണ്. അതായത് ഒരു റിസൾട്ടായി നമുക്ക് ഇതിനെ എഴുതാം. ഒരു റോയിലെ എലമെന്റും വേറൊരു റോയിലെ കോഫാക്ടേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ എപ്പോഴും അതിന്റെ ആൻസർ 0 ആയിരിക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റോ എലമെന്റും തേർഡ് റോ കോഫാക്ടറും ആയിരുന്നു. അതിന് പകരം ഫസ്റ്റ് റോ എലമെന്റും സെക്കൻഡ് റോ കോഫാക്ടർ ആയാലും അതിന്റെ ആൻസർ 0 ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്താൽ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും? ഫസ്റ്റ് റോയിലെ എലമെന്റും അതിന്റെ തന്നെ കോഫാക്ടേഴ്സും ആണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ എലമെന്റ്സ് ഓഫ് എ റോ. ഇതേപോലെ കോളത്തിലും ശരിയാണ്. എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ മൾട്ടിപ്ലൈഡ് വിത്ത് ദെയർ കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം then their sum is 0. ഒരു റോയിലെ എലമെന്റ്സും വേറൊരു റോയിലെ കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. രണ്ടാമത്തെ നോട്ട് എന്ന് പറയുന്നത് sum of the product of elements of any row or column with their corresponding cofactors that is equal to determinant of A. ഡിറ്റർമിനന്റ് വാല്യൂവിന് തുല്യമായിരിക്കും. ഇപ്പോൾ ഒരു റോയിലെ എലമെന്റ്സും അതിന്റെ തന്നെ കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഡിറ്റർമിനന്റ് വാല്യൂവിന് തുല്യമായിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് ഡെൽറ്റ ഈക്വൽ ടു എന്നുണ്ട് ഓർഡർ 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. AIJ എന്ന് പറഞ്ഞ കോഫാക്ടർ ആണെന്ന് അറിയാം നിങ്ങൾക്ക്. ഡെൽറ്റയുടെ വാല്യൂ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂ, ഇതിൽ ഏതാണ് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ A11 A12 A13 ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണിത്. കോഫാക്ടേഴ്സ് നോക്കാം. A31 A32 A33 ഏത് റോയിലെ കോഫാക്ടേഴ്സ് ആണ്? തേർഡ് റോയിലെ കോഫാക്ടറും ഫസ്റ്റ് റോയിലെ എലമെന്റും ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ഡിറ്റർമിനന്റ് അല്ല വരുന്നത് 0 ആണ്. ഓപ്ഷൻ എ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം നമുക്ക്. A11 A12 A13 ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണത്. അടുത്ത കോഫാക്ടേഴ്സ് നോക്കാം. A11 A21 A31 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിലെ എലമെന്റും ഫസ്റ്റ് കോളത്തിലെ കോഫാക്ടേഴ്സും ആണ്. അപ്പൊ അതും 0 ആണ് വാല്യൂ. അടുത്തത് നോക്കാം. A21 A22 A23 അതായത് സെക്കൻഡ് റോയിലെ എലമെന്റ്. കോഫാക്ടേഴ്സോ A11 A12 A13 സെക്കൻഡ് റോയിലെ എലമെന്റും ഫസ്റ്റ് റോയിലെ കോഫാക്ടേഴ്സും ആണ്. അപ്പൊ അതും 0 ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. A11 A21 A31 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. സ്മോൾ ലെറ്റേഴ്സ് A11 A21 A31 ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് ആണ്. ഇനി കോഫാക്ടേഴ്സ് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ A11 A21 A31 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ കോഫാക്ടേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് കോളത്തിലെ എലമെന്റും ഫസ്റ്റ് കോളത്തിലെ കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിറ്റർമിനന്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. ഇനി ഈ കോഫാക്ടേഴ്സ് കാണാൻ ഓർഡർ 3 വരുന്ന ഡിറ്റർമിനന്റ് കോഫാക്ടേഴ്സ് കാണാൻ ഒരു ഷോർട്ട് കട്ട് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. നമുക്ക് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഡിറ്റർമിനന്റ് കാണാനും കോഫാക്ടേഴ്സ് കാണാനും ഒക്കെ ആയിട്ട് എക്സാമിന് സാധാരണയായി ചോദിക്കുന്നത്. അതില് മിക്കവാറും പേര് ഈ കോഫാക്ടേഴ്സ് കാണിക്കുന്നത് ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അതിനൊരു ഷോർട്ട് കട്ടാണ് ഇത് കോഫാക്ടേഴ്സ് കാണാനുള്ളത്.
അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഡിറ്റർമിനന്റ് 2 - 3 5 6 0 4 1 5 - 7 നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാണ് ഷോർട്ട് കട്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ ഡിറ്റർമിനന്റ് നമ്മൾ 4 പ്രാവശ്യം എഴുതുന്നു. നോക്കുക, ഇത് 2 - 3 5 6 0 4 1 5 - 7. അത് തന്നെ പിന്നെയും എഴുതുന്നു 2 - 3 5 6 0 4 1 5 - 7. ഇനി താഴെയായിട്ട് 2 - 3 5 6 0 4 1 5 - 7. പിന്നെ ഒന്നും കൂടി 2 - 3 5 6 0 4 1 5 - 7 എഴുതി. ഇനി ചെയ്യേണ്ടത് ഇതിന് ഏറ്റവും ഔട്ട്സൈഡായി വരുന്ന, അതായത് ബൗണ്ടറീസിൽ വരുന്ന ഈ നമ്പേഴ്സ് ഞാൻ യെല്ലോ കളർ കൊണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കട്ട് ചെയ്യുക. ഔട്ട്സൈഡ് വരുന്ന ബൗണ്ടറിയിൽ വരുന്ന ഈ നമ്പേഴ്സ് കട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നമ്പേഴ്സ് ഇതാണ്: 0 4 6 0 5 - 7 1 5 -3 5 2 3 2 - 3 0 4 6 0. ഇത്രയും നമ്പേഴ്സ് ആണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് ഈ എലമെന്റ്സിന്റെ 9 എലമെന്റ്സിന്റെ ആണ് കോഫാക്ടേഴ്സ് കാണേണ്ടത്. ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് A11 എടുക്കാം. A11ന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി: 0 × -7 -5 × 4. that is 0 × -7 എന്ന് പറഞ്ഞാൽ 0 -20 that is equal to -20. ഇനി അടുത്ത നമ്പറിന്റെ കോഫാക്ടർ, അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോ, അതായത് A12 ആണ്. ഇത് ചെയ്താൽ മതി. അടുത്ത പേഴ്സ് 4 × 1 -7 × 6 എന്ന് പറയുമ്പോൾ 4 -42 equal to 4 -42 ആണ്. അത് 4 + 42 ആണ് equal to 46 ആണ്. ഇത് മൈനസ് എന്നുള്ളതാണ് കേട്ടോ. 4 -42 equal to 46 ആണ്. അടുത്തത് A13 6 × 5 -1 × 0 that is 30 - 0 equal to 30. ഇനി സെക്കൻഡ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് കാണണം. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തത് എന്ത് ചെയ്യണം? 5 × 5 25 -3 × -7 that is 25 - 21 equal to 4. അടുത്തത് A22ന്റെ കോഫാക്ടർ ആണ്. -7 × 2 -14 -5 × 1 -5 that is -90. അടുത്തത് A23യുടെ കോഫാക്ടർ that is 1 × -3 -2 × 5 എന്ന് പറയുമ്പോൾ -3 -10 equal to -13. ഇനി ലാസ്റ്റ് റോ കോഫാക്ടേഴ്സ് ആണ് കാണുന്നത്. അത് A31 equal to -3 × 4 that is -12 -0 × 5 -0 that is -12 -0 equal to -12. അടുത്ത A32 is 6 × 5 30 -4 × 2 8 30 - 8 equal to 22. അടുത്തത് 2 × 0 -6 × -3 that is 0 -18 equal to 18. ഇങ്ങനെയാണ് കോഫാക്ടേഴ്സ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ആൻസറുമായിട്ട് ഒത്തു നോക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള മെത്തേഡ് ആ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് കോഫാക്ടേഴ്സ് കാണാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൈനർ കണ്ടതിന് ശേഷം പ്ലസോ മൈനസോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കാണുന്ന രീതി, അതാണ് തൊട്ട് മുമ്പ് ചെയ്തത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? കോഫാക്ടേഴ്സ് കാണാനുള്ള വേറൊരു മെത്തേഡാണ്. Questions: write minors and cofactors of the elements of the following determinants. ഇതിൽ ഓരോന്നിൻ്റെയും മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. ഈ ഓർഡർ 2 മെട്രിക്സിന്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കാണാൻ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മാത്രമേ പറ്റൂ, ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഓർഡർ 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിലെ മൈനേഴ്സ് കോഫാക്ടേഴ്സ് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്.